ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഫീഡ് ബീറ്റ് ആണ്. അപ്പൊ ലൈറ്റ് ഫീഡ് മ്യൂസിക് എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ ഓഫ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ആണ്. അപ്പോ ഈ മ്യൂസിക് ആക്ച്വലി കൂടുതൽ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടും ഈ ട്രാക്കുകൾ ലൈറ്റ് ഫീഡ് ബീറ്റുകൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽസിനോ സൈബേഴ്സിനോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ റാപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മ്യൂസിക് ജോണർ അല്ല ഈ പറയുന്ന ലൈറ്റ് ഫീഡ്. പക്ഷെ അവിടെ ഇവിടെയായിട്ട് പല ആർട്ടിസ്റ്റുകളും അതിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പലതും ഇന്റർനാഷണൽ അവിടെ ഇവിടെയൊക്കെ പലതും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കോമൺ ആയിട്ടും മെയിനായിട്ട് ഇത് എന്താണ് ഈ ബാറ്റിൽസിനും സൈബേഴ്സിനും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബീറ്റ് ആണ് ഈ പറയുന്ന ലൈറ്റ് ഫീഡ് എന്ന് പറയുന്നത്. ലൈറ്റ് ഫീഡ് അങ്ങനെയാണ് ഉണ്ടായി വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ ഇന്റർനാഷണൽ പരിപാടികൾ അവർ ചെയ്തേക്കുന്നുള്ള പോലെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ബീറ്റില് നമ്മൾ എന്താണ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. സോ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ BPM നമ്മൾ 111 ആണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് റിതം വരുന്നത് ലൈറ്റ് ഫീൽഡിൻ്റെ. മുമ്പ് വീഡിയോസ് ഞാൻ ലൈറ്റ് ഫീൽഡിൻ്റെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിതം ഇതാണെന്നുള്ളത്. ഓക്കെ, ക്ലാപ്പ് കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് കിക്കിലോട്ട് പോവാം. സോ നമ്മളിവിടെ ഹൈ ഹാറ്റിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഹൈ ഹാറ്റ് പൊതുവെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കുറവാണ്. സോ ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, അടുത്ത് നമുക്ക് സ്നാപ്പറിന് നമുക്കൊരു ഓപ്പൺ ഹൈ ഹാറ്റ് കൊടുക്കാം. ക്ലോസ്ഡ് ഹൈ ഹാറ്റ് കുറവാണ് യൂസ് ചെയ്യുന്നത്. ആ റിതം ഒരു ട്രാപ്പിനൊക്കെ യൂസ് ചെയ്യുന്നതല്ല, അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല നമ്മളിവിടെ. പക്ഷേ ഓപ്പൺ ഹൈ ഹാറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഓപ്പൺ ഹൈ ഹാറ്റും കൂടി കൊടുക്കാം. സോ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് റിതം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രൂവ് കിട്ടും. ഏയ് ഇനി ഹൈപ്പാണ് ഇതിൻ്റെ മെയിൻ കളി. ലൈറ്റ് ഫീൽഡിൻ്റെ മെയിൻ കളി ഹൈപ്പാണ്. ഹൈപ്പ് ഈസ് ദ കീ എന്നാണ് പറയുന്നത് ലൈറ്റ് ഫീൽഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഹൈപ്പിന് വേണ്ടിയുള്ള ചാൻഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് വിധത്തിൽ പോകണമെന്നുള്ളതാണ് കാര്യം. ഏയ് ഏയ് ഓൾറൈറ്റ്, അടുത്തൊരു ചാൻഡ് കൂടെ നമുക്ക് കൊടുക്കാം. ആൻഡ് ബേസിക്കായിട്ട് ഈ പറയുന്ന ക്ലാപ്പും കിക്കിനെയും സംബന്ധപ്പെട്ട അതിൻ്റെ ഒരു ബേസിക് ഋതമുണ്ട്, അതും പോകണം കറക്റ്റായിട്ട്. ഏയ് ഏയ് ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ഒരു ചാൻഡ് കൂടെ കൊടുക്കാം. സോ ഏയ് ലെറ്റ്സ് ഗോ. ഏയ് ഏയ് ഓൾറൈറ്റ്, നമുക്ക് ഒരു ചാൻഡ് കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്തതിൻ്റെ ഒരു ലെയർ ആയിട്ടാണ് നമുക്ക് ഇതെന്തായാലും പോകുന്നത്. ആൻഡ് ഹൈപ്പ് മാക്സിമം കൊണ്ടെത്തിക്കുക, അതാണ് അതിൻ്റെ ഒരു മെയിൻ കളി. ഹൈപ്പ് കൊണ്ടെത്തിക്കുക. ഹൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ഫിറ്റ് അല്ല. ഹൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏയ് ഏയ് ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, നമുക്ക് കുറച്ച് ഈ പറയുന്ന മെലഡി ഭാഗങ്ങൾ നമുക്ക് ഇതിനകത്തോടെ ആഡ് ചെയ്യാം. സോ മെലഡി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഡ്രംസിലാണ് മെയിൻ പ്രാധാന്യം വരുന്നത് ലൈറ്റ് ഫീറ്റ് വരുന്ന സമയത്ത്. ബാക്കിയുള്ള ഹിപ്പ് ഹോപ്പ് ജോണേഴ്സിന് ബാക്കിയുള്ള ജനറേഷൻസ് വെച്ച് നോക്കിയാൽ പോലും അതിനേക്കാളും കൂടുതൽ ഡ്രംസിന് പ്രാധാന്യം വരുന്നത് ലൈറ്റ് ഫീറ്റാണ്. അതിനുള്ള ആ ഒരു എനർജിയും ആ ഒരു സാധനം ഫുള്ള് ആ ഡ്രംസിലാണ് നിൽക്കുന്നത്. പിന്നെ ബാക്കി പറഞ്ഞ ഈ മെലഡി അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. അതിൻ്റെ ഒരു മൂഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ആൻഡ് മെയിനായിട്ട് നിൽക്കുന്ന ചാൻഡിലാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു പവർ നിൽക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മിക്സ് മാസ്റ്റർ വേണ്ടി നിങ്ങൾ ആളെ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പല സ്കീമുകളുണ്ട്. നമുക്ക് പാട്ടുകൾ നമുക്ക് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് സെറ്റപ്പ് ആക്കി നമുക്ക് ഇറക്കി വിടാം. Now let's get back to the video. സോ അടുത്ത ഒരു സൗണ്ട് ഇടാം.
സോ നമ്മളിതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെയായിട്ടൊരു രീതിയുണ്ട്, നമ്മൾ സാമ്പിൾസ് കൊടുക്കുന്നത്. സോ ആ ഒരു പാറ്റേണാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് യാ, ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൗണ്ട്, നമ്മൾ സ്പീഡായിട്ട് പോകുന്നൊരു സൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. മിച്ച് അതൊരു ലൂപ്പിൽ കിടന്ന് കൂടുമ്പോൾ കുറച്ച് ഒരു സാധനം കിട്ടും. ഏ ഏയ് ലെറ്റ്സ് ഗോ. യെസ്, എംഫസൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രിങ് നമുക്ക് ഒരെണ്ണം കൊടുത്തു, സ്റ്റാബ് ചെയ്തിട്ടുള്ളത്. യാ ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്കൊരു ബേസ് നൈസായിട്ട് കൊടുക്കാം. യെസ്, ചുമ്മാ ഒരു ഗ്ലൈഡ് പോലെ അപ്പോൾ കയറിപ്പോവും. ഇത് രസം ഉണ്ടാവും അപ്പോൾ കേൾക്കാനായിട്ട്. ആസ് മച്ച് ആസ് ഒരു ഫൺ മൂഡിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. ചുമ്മാ കളിക്കുക. ഏയ് ഓൾറൈറ്റ്, ദാറ്റ് സോ കോൾഡ് ഇയർ ക്യാൻഡി, ഇയർ ക്യാൻഡി സൗണ്ട്. സോ ഓൾവേസ് ഏത് മെലഡി നമ്മൾ ഏത് ജോണർ പിടിക്കുമ്പോഴും നമ്മൾ ഇയർ ക്യാൻഡി സൗണ്ട്സ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ലൊരു ആ ബീറ്റിന് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും എപ്പോഴും. യെസ്, 808 കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ 808 കൊടുക്കുന്നത്. മെലഡി സെറ്റായിട്ട് 808 കൊടുക്കാണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് നമ്മൾ 808 നമ്മൾ കുത്തിക്കയറത്തില്ല, കാരണം റാപ്പ് പോലെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് ഒരു ബൗൺസും ആ ഒരു ഒരു ഫീലും നമുക്ക് വേണമെന്നേ ഉള്ളൂ. അതിലാണ് നമ്മുടെ മെയിൻ കളി. ആൻഡ് നമുക്ക് പല രീതിയിൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് വിളിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എൻ്റെ ഒരു റിതം പോകാതിരുന്നാൽ മതി. ഏയ് ഏയ് ദാറ്റ്സ് ഇറ്റ്. ചെറിയൊരു പരിപാടികൾ നമ്മൾ സെറ്റപ്പ് ആക്കുന്നുണ്ട്, ചെറിയൊരു ചാൻഡ് പരിപാടി. ആൻഡ് ഹുക്കായിരിക്കും ഇത്, ഹുക്കിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഹുക്കിൽ വേറെ വേഴ്സസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്ന രീതിയിൽ അല്ല കൊടുക്കുന്നത്. സോ എനിക്ക് ഈ പറയുന്ന മെലഡി ഒന്ന് നൈസായിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഷേപ്പർ ബോക്സ് എടുത്തിട്ടുണ്ട്. ഷേപ്പർ ബോക്സിൽ റിവേഴ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു പരിപാടികൾ അതിനകത്ത് സെറ്റപ്പ് ആക്കാനാണ്. കാരണം അത് നമ്മൾ കൂടുതൽ ഒരു ഇന്ത്യൻ മൂഡിൽ നിന്ന് മാറ്റി കുറച്ചും കൂടെ ഒരു ഡോപ്പസ്റ്റ് മൂഡിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമിലാണ്. സോ യാ, ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്, നമുക്കത് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രീസ് ചെയ്യാം. ഞാൻ അത് വിട്ടുപോയി. ഒരുമിച്ച് എല്ലാം കൂടെ ഫ്രീസ് ചെയ്ത് നമുക്ക് ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. യെസ്, ഫ്ലാറ്റൻ. അപ്പൊ നമ്മുടെ ബീറ്റ് ഫുൾ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്തൊന്ന് അല്ലറ ചില്ലറ മറ്റേ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഇൻട്രോ. ഏയ് നമ്മളെ ഹുക്കാണിത്. വേഴ്സിലോട്ട് കയറി. Let's go. Let's go.
Hey. 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 ബ്രിഡ്ജ് കയറി നമ്മള്. ോട്ട് കയറുകയാണ്. Let's go. Hey. Hey. വീണ്ടും നമ്മൾ വേഴ്സിലോട്ട് കയറി. Let's go. Hey. 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 Hit it. Hey. 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 വീണ്ടും നമ്മൾ ബ്രിഡ്ജിലോട്ട് കയറി. Let's go, let's go. Hey. Hook. Hey, hey, hey. നിങ്ങൾ ലൈവ് ഫീഡ് മ്യൂസിക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഹൈപ്പ്, അവർ ചാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ പോയി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഇത് എന്താണ് സംഭവം എന്നുള്ളത് കുറച്ചുകൂടെ. Let's go. Let's go, let's go. Outro. Let's go. Hey, 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 hey. Hey, hey, hey. Hey, hey, hey. Let's go, let's go. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.